ഓണർഷിപ്പ് വണ്ടി വരുന്നത്. വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിയത്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഡീസലാണ് വണ്ടി വരുന്നത്. മൈലേജ് ഒരു 20+ എന്ത് കളിച്ചാലും വണ്ടിക്ക് ഉണ്ടാവും. 25 കിലോമീറ്റർ ഇപ്പൊ 20 എന്ത് കളിച്ചാൽ 100 ഇല്ലെങ്കിൽ വണ്ടി റിട്ടേൺ എടുക്കും. ഡീസൽ വാഹനമാണ്. 25 കിലോമീറ്റർ വണ്ടി മൈലേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ് തട്ടുമുട്ടി ഒന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല. ഉള്ളു നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ബക്കറ്റ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടയുള്ള ടയർ ഉണ്ട്. മെക്കാനിക്കൽ പരമായിട്ട് യാതൊന്നും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. എണ്ണടിച്ച ഓടാ കേട്ടോ. ഒരു പണി കാര്യം ഒന്നുമില്ല. നിലവില് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് 1.30 ചോദിക്കുന്നത്. 1.30 വെറും 1,30,000 രൂപക്ക് നല്ലൊരു അടിപൊളി വണ്ടി. സെഡാൻ വണ്ടിയാണ്, ഡീസലാണ്. അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചെറിയ ബഡ്ജറ്റിൽ വണ്ടികൾ നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് പയ്യന്നൂരിലെ A1 യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് രതീഷാണ്. രതീഷ് ഏതൊക്കെ ഉണ്ട്? സുഖമല്ലേ? മാക്സിമം എത്ര വണ്ടികളുണ്ട് ഇവിടെ? ഇവിടെ ഒരു 25+. ഇവർക്ക് 2 ഷോറൂം ഉണ്ട്. ഫസ്റ്റ് മോഡൽ കൂടിയ വണ്ടികൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോ ബഡ്ജറ്റ് വണ്ടികൾക്കായിട്ട് സ്പെഷ്യൽ ഷോറൂമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഉണ്ടാക്കുന്നത്. അതായത് ചെറിയ പൈസന്റെ വണ്ടികളാണ്, ലോ ബഡ്ജറ്റ് വണ്ടികൾ. ഇവിടെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോ? എല്ലാ വണ്ടിയും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ബൈയിങ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഓക്കെ, സെല്ലിങ്ങും ബൈയിങ്ങും പിന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഒരു 2011 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തു. കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ വിഡോബ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, പയ്യന്നൂർ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ്. പഴയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ സെൻട്രൽ ബസാർ. പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് എടുക്കായിട്ട് സെൻട്രൽ ബസാറിൽ വിഡോബ സ്റ്റേഷനിൽ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, മോഡല് കുറഞ്ഞ വണ്ടികളുണ്ട്, മോഡൽ കൂടിയ വണ്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ കാണിക്കുന്നത് ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വാഗ്നർ കാണിച്ചു കൊടുക്കാം അല്ലേ? ഒരു വാഗ്നർ നോക്കാം. ഇത് എങ്ങനെയാണ് മോഡൽ? 2010 സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർഷിപ്പ്, 72,000 കിലോമീറ്റർ റിന്യൂ ചെയ്ത വണ്ടി. 2030 ഒരു പേപ്പർ ഉണ്ട്. 2030 ഒരു പേപ്പർ ഉണ്ട്. 2010 മോഡലാണ്. LXI വണ്ടി. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ. വണ്ടി മെക്കാനിക് പരമായിട്ട് തട്ടുമുട്ടും ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് വരുന്നത് 1.40 വരുന്നത്. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. 1.40 ചോദിക്കുന്നുണ്ട്. ചെറിയ ഡിസ്കൗണ്ട് ആക്കി കൊടുക്കും. റിനോൾട്ടിന്റെ ഒരു ലോഗൺ, ഇത് എങ്ങനെയാണ് മോഡൽ? 2010 മോഡൽ 11 രജിസ്ട്രേഷൻ വണ്ടി. തേർഡ് ഓണർഷിപ്പ് വണ്ടി വരുന്നത്. വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിയത്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഡീസലാണ് വണ്ടി വരുന്നത്. മൈലേജ് ഒരു 20+ എന്ത് കളിച്ചാലും വണ്ടിക്ക് ഉണ്ടാവും. 25 കിലോമീറ്റർ 20 എന്ത് കളിച്ചാൽ 100 ഇല്ലെങ്കിൽ വണ്ടി റിട്ടേൺ എടുക്കും. ഡീസൽ വാഹനമാണ്. 25 കിലോമീറ്റർ വണ്ടി മൈലേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ് തട്ടുമുട്ടി ഒന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല. ഉള്ളു നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ബക്കറ്റ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടയുള്ള ടയർ ഉണ്ട്. മെക്കാനിക്കൽ പരമായിട്ട് യാതൊന്നും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. എണ്ണടിച്ച ഓടാ കേട്ടോ. ഒരു പണി കാര്യം ഒന്നുമില്ല. നിലവില് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് 1.30 ചോദിക്കുന്നത്. 1.30 വെറും 1,30,000 രൂപക്ക് നല്ലൊരു അടിപൊളി വണ്ടി. സെഡാൻ വണ്ടിയാണ്, ഡീസലാണ്. അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇവിടെ ഒരു ആൾട്ടോ കാർ നോക്കാം. ഇത് മോഡൽ 2008 വണ്ടി. 28 പേപ്പറിലെ വണ്ടി. AC വണ്ടി. അതായത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടികൾ. 1,10,000 കിലോമീറ്റർ ഓടിന്. റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കാം 65,000 രൂപ. 65,000 രൂപ ചെറിയൊരു മാറ്റം ചെയ്ത് തന്നെ 65 കൊടുക്കൂല്ലേ? ആക്സിഡന്റ് സംഭവിച്ചില്ല, റീപ്ലേസ് സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പോന്റെ വേസ്റ്റ് ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. ഒന്നും പൊടിയില്ല. 65,000 രൂപ തന്നെ ചെറിയൊരു മാറ്റം ചെയ്തു. ഓക്കെ, പക്ക വണ്ടി കേട്ടോ. ഒരു സാധനം മാറിയിട്ടില്ല. ഒക്കെ ഒറിജിനൽ കമ്പനി വന്ന സാധനം തന്നെയാണ് തന്നെ. 2008 വണ്ടി. പുതിയ പേപ്പർ എടുത്തേക്കണ്. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഇല്ല. ചോദിച്ച എത്ര അറിയോ? 65,000 രൂപയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ കേട്ടോ. മേജർ തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു ഫോർഡിന്റെ, ഇത് ഏതാണ്? ക്ലാസിക് ഫോർഡ് ഫിയസ്റ്റ ക്ലാസിക്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 56,000 കിലോമീറ്റർ. 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വണ്ടി. 12 മോഡല് 13 റേസിനായിട്ടുള്ള വണ്ടി. ആകെ ഓടിയിട്ടുള്ളത് 56,000 കിലോമീറ്റർ. പെട്രോൾ വാഹനം. എത്ര കിട്ടും മൈലേജ്? മൈലേജ് നമുക്ക് 15 പ്രതീക്ഷിച്ചാൽ അത്ര കിട്ടുള്ളൂ. മാനുവൽ വണ്ടി അല്ല? ഓക്കെ, എത്ര ചോദ്യം? 1.65. 1.65 ആണ്. വില കുറച്ച് കൊടുക്കൂല്ലേ? ചെറിയ മാറ്റം. ഓക്കെ, മാക്സിമം ചെയ്തു തരും കേട്ടോ. അടുത്ത നമുക്ക് ഒരു ഇയോൺ നോക്കാം. ഇയോൺ ഇത് മോഡൽ കൂടിയ വണ്ടിയാ? 2018 വണ്ടി. 18 ഏതാ ഓപ്ഷന്? 18 ഇറാ പ്ലസ് ഓപ്ഷൻ വരുന്നത്. ഇറാ പ്ലസ് എത്ര ഓടുണ്ട്? 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ വണ്ടിയാണ്. ആകെ 30 ഓടിയിട്ടുള്ളൂ തന്നെ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഓക്കെ, റീപ്ലേസ് എന്തെങ്കിലും ഒരു സാധനം മാറിയിട്ടില്ല. ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ആ ഒരു ഷോറൂം കണ്ടീഷൻ തന്നെയാണ് ഉള്ളത്. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഓക്കെ, റേറ്റ് വരുന്നത് 2,70,000 രൂപ. ചെറിയൊരു മാറ്റം ചേരും. 2.70 കൊടുക്കും. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും. ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില പിന്നെയും പൊട്ടിച്ചു തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോല്ലേ കേട്ടോ.
ഇവിടെ ഒരു ആൾട്ടോ 800 നോക്കാം. ആൾട്ടോ 800 ഇത് എത്ര മോഡൽ? ഇത് 2018 വണ്ടി, സോറി 18 സോറി 15 വണ്ടി. 15 മോഡലാണ്. ഓപ്ഷൻ തന്നെ LX ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഉള്ളില് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. വേറെ സിംഗിൾ ഓണർ വണ്ടി 43,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 43 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, അടിച്ചാപ്പൊളി വണ്ടി. എത്രയാണ് ചോദ്യം? ഇത് റേറ്റ് വരുന്നത് 2,35,000. 2,35 നിങ്ങൾ ചോദിക്കുന്നുണ്ട്. വില കുറച്ചു ചെറിയൊരു മാറ്റമൊക്കെ വെത്തി തരും. ഫിക്സ് റേറ്റ് അല്ല. ഓട്ടം കുറവാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2 പുതിയ ടയർ, ഫ്രഷ് ടയർ ഇപ്പോൾ ഇട്ടുള്ളൂ. 2 പുതിയ ടയർ കയറ്റിയിട്ടുണ്ട്. വണ്ടി ക്വാളിറ്റി ആണ് കേട്ടോ. അതായത് നിങ്ങൾ ഷോറൂം കണ്ടീഷനുള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് ചോദിക്കുന്നത്. 2015 മോഡൽ അല്ലേ? 16 റേസിനുണ്ട് തന്നെ. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോട്ടോ. നാനോ കാർ നോക്കാം. ഇത് മോഡൽ 2014 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വരുന്നത്. AC പവർ വിൻഡോ വരുന്ന വണ്ടി, LX. ഡിക്കി ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ആണ്. ഇത് പവർ സ്റ്റിയറിംഗ് ഇല്ല, സ്റ്റിയറിംഗ് ഇല്ല. AC പവർ വിൻഡോ 2 വരുന്നത്. ഓക്കെ, ഭയങ്കരമായിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഒരു റീപ്ലേസ് ഇല്ല. ഓട്ടം 71,000. എത്ര ചോദ്യം? നമുക്ക് 64 റുപ്യ കൊടുക്കാം. 64 കൊടുക്കാം. 2014 വണ്ടി, 2014 മോഡലാണ് കേട്ടോ. 64,000 രൂപക്ക് തരാന്ന് പറയുന്നുണ്ട്. AC ഉണ്ട്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ആകെ 71 ഓട്ടം ഉള്ളത്. ഒരു സാധനം മാറിയിട്ടില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കിക്കോ കേട്ടോ. മാരുതിന്റെ സെലേറിയോ വണ്ടി നോക്കുന്നവർക്കായി 2 പീസ് ഇവിടെ അവൈലബിൾ ആണ്. ഒരു വൈറ്റ് കളർ, ഒരു റെഡ് ആണ്. നമുക്ക് ആദ്യം വൈറ്റ്. ഇത് 2 മാനുവൽ വണ്ടിയാണ് കേട്ടോ, ഓട്ടോമാറ്റിക് അല്ല. ഇത് വൈറ്റ് നമുക്ക് നോക്കാം. ഇത് എത്ര മോഡലാ? ഇത് 2016 വണ്ടി, 2016 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. 71,000 കിലോമീറ്റർ ഓട്ടം. ഇതിന് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ, ഇതിന് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കാം. 3,35 കൊടുക്കാം. 3,35 കൊടുക്കാം. മോഡൽ എത്ര പറഞ്ഞ? 16 വണ്ടി, 2016, 3,35. ചെറിയൊരു മാറ്റം, ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി തരും കേട്ടോ. ഫിക്സ് റേറ്റ് അല്ല. ഇവിടെ നമുക്ക് ഒരു റെഡ് നോക്കാം. റെഡ് എങ്ങനെ വരുന്നത്? 2015 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, 53,000 കിലോമീറ്റർ ഓട്ടം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. 3,4 ചോദിക്കുന്നത്. ഓക്കെ, 3,4 ചോദിക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോ. ഇതും വില കുറച്ച് കൊടുക്കൂല. മാക്സിമം ഫിനാൻസ് ഒക്കെ എത്ര കിട്ടും ഇതിന്? നമുക്ക് 2-2.5 ഫിനാൻസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ പണം വിളിച്ചോ. മോഡൽ എത്ര വരുന്നത്? ഇത് 2022 വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 34,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. LX ഓപ്ഷണൽ വണ്ടിയാണ്. ഓക്കെ, മറ്റേ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ പീസ് ഉണ്ട്. ഷോറൂം സർവീസ് ആണ് ഫുള്ളി. അഡീഷണൽ ആയിട്ട് സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട് തന്നെ. ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 3,65 ആണ്. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കുക. 3,40,000 ലോൺ കിട്ടും. 3,40 ലോണും കിട്ടും. 3,65 നിങ്ങൾ ചോദിക്കുന്നത്. 2022 മോഡല്, ആകെ 34,000 കിലോമീറ്റർ ഓടിയ കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇത് ഹുണ്ടായിന്റെ ഹൈറ്റർ നോക്കാം. ഇത് എത്ര മോഡലാ? ഇത് 2010 മോഡല്, തേർഡ് ഓണർഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മേജറായിട്ട് ഒന്നും സംഭവിച്ചില്ല. 2030 പേപ്പർ എടുത്തിട്ട് നമുക്ക് 1,30,000 രൂപ കൊടുക്കാം. ഓക്കെ, പേപ്പർ ഓൾറെഡി എടുത്തു കൊടുക്കും. ഓക്കെ, എത്ര കൊടുക്കാം? 1,30 കൊടുക്കാം. 2010 വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം, 2 ഡോർ പവർ, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് തന്നെ. മാനുവൽ വണ്ടിയാണ്. ഓക്കെ, 1,30 അല്ലേ ചോദിച്ചാൽ? ഓക്കെ, വില കുറച്ച് കൊടുക്കൂലേ? മാക്സിമം വില കുറച്ച് തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി. ഇവിടെ ഒരു സാൻഡ്രോ കാർ നോക്കാം. ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2008 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 28 പേപ്പറിൽ വണ്ടി. ആക്സിഡന്റ് സംബന്ധിച്ച് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഇത് റേറ്റ് വരുന്നത് 1,15 ആണ്. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. 1,15 ആണ് ചോദിക്കുന്നത്. ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇത് പറഞ്ഞ റേറ്റ് ഒന്നും ഫിക്സ്ഡ് അല്ല. നമുക്ക് ഓൺ ടേബിൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം അങ്ങോട്ട് 5-10 അങ്ങോട്ട് കുറച്ച് കൊടുക്കണ്ടേ? അല്ല, അത് പിന്നെ എന്തായാലും ഈ ഒരു ഫീൽഡില്, നല്ല ഏത് ഫീൽഡ് ആയാലും വില കുറക്കാത്തൊരു കച്ചവടം ഉണ്ടാവില്ല. അപ്പോ നിങ്ങൾ ചോദിച്ചത് 1,15 ചോദിച്ച വില കുറച്ച് കൊടുക്കില്ല. ഇത് മെക്കാനിക് പരമായിട്ട് ഒന്നും ചെയ്യാൻ. സാൻഡ്രോ സിംഗ് ആണ് അല്ലെ? ഓട്ടം എത്രയാണ്? 1 സംതിങ് ഓടിയിട്ടുണ്ട്. മെക്കാനിക് പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇവിടെ നമുക്കൊരു ആൾട്ടോ 800 നോക്കാം. ഒരു 18 സിംഗിൾ ഓണർഷിപ്പ്, ആക്സിഡന്റ് കാര്യങ്ങൾ സംഭവിച്ചില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. 2018 സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓടിയിട്ടുള്ളത്? ഇത് അത്ര ഓടിയിട്ടുള്ളത്? ഇത് 48,000 കിലോമീറ്റർ. 48 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, LX ആണോ? ഉള്ളിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്യുന്ന സെൻട്രൽ ലോക്ക് ഉണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിന് റേറ്റ് വരുന്നത് 2,85 ആണ്. ചെറിയൊരു മാറ്റം ചെയ്തു. 2,85 ആണ്. ചെറിയ മാറ്റം ഉണ്ടാവും. മാക്സിമം 10-50 ഉറുപ്പിക ഇറക്കാം. 50, 2,40-2,50 ലോൺ ഇടും. 30-40 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കാം. 35 ഉറുപ്പിക മതി, അത്ര മതി. ഓക്കെ, ഇവിടെ നമുക്കൊരു എക്സ്പ്രസ് നോക്കാം. ഇത് മാനുവൽ അല്ലേ? 2021 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ. VXI പ്ലസ് ടോപ്പ് ഓപ്ഷൻ ആണ്. എക്സ്പ്രസോന്റെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി. റേറ്റ് വരുന്നത്
4.10 വരുന്നത്. ഫുള്ള് നല്ലൊരു ട്രാക്കിലെ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുള്ള് ലോണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. 4.10 ചോദിക്കേണ്ട വില കുറച്ച് തരും. ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റും. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഉത്തമ വണ്ടിയല്ലേ. ഓക്കെ. ഇവിടെ ഒരു വാഗണർ, പുതിയ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള വാഗണർ. ഈ വണ്ടി സോൾഡ് ഔട്ട് ആണ്. നമുക്ക് ഇതേ മോഡൽ 2019 വണ്ടിയുണ്ട് അപ്പുറത്തെ ഷോപ്പിൽ. ഓക്കെ. അത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. മോഡൽ 2019 VXA വണ്ടി. അത് ഓടി കിലോമീറ്റർ 48,000 കിലോമീറ്റർ. അത് നമുക്ക് 4,80,000 ആസ്ക് ചെയ്യുന്ന റേറ്റ് ആണ്. ചെറിയൊരു മാറ്റം ചെയ്തത്. ഓക്കെ. 4.80 ചോദിക്കുന്നത് വില കുറയും. അത് മാക്സിമം എത്ര ഓടിയിട്ടുണ്ടാവും? അത് 48,000 ഓടിയിട്ടുണ്ടല്ല. ഓക്കെ. ഇതേപോലത്തെ വണ്ടിയാണ് ഈ വണ്ടി. ഞാൻ ഇപ്പൊ നിങ്ങളെ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്നാലും ഈ വണ്ടി സോൾഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ സെയിം വണ്ടിയാണ് വേറെ ഒന്ന് സ്റ്റോക്ക് ഉള്ളത്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിലുള്ള നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞു തരും. ഓക്കെ. ഇവിടെ നമുക്ക് ഹൂണ്ടായിന്റെ i10 നോക്കാം. ഇത് എങ്ങനെയാണ്? ഇത് 2013 സിംഗിൾ ഓണർഷിപ്പ് i10 സ്പോർട്സ്. i10 സ്പോർട്സ് ആണ് ഓപ്ഷൻ. ഓക്കെ. എത്ര ഓട്ടം? 43,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഈ മേജർ തട്ടുമുട്ട് വരക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയല്ല. ഇത് കാണാൻ തന്നെ ഒരു പുതിയ വണ്ടിന്റെ ലുക്ക് ഉണ്ട്. ഓക്കെ. ഇത് എത്ര ചോദിക്കണേ? ഇത് റേറ്റ് വരുന്നത് 2,40,000 രൂപ. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കും. 2.40 ചോദിക്കേണ്ട വില കുറച്ച് കൊടുക്കും. ഇത് മാനുവൽ വണ്ടി. ഓക്കെ. അപ്പൊ ഈ ഒരു വണ്ടിയും കൂടി നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട്. അപ്പോൾ ഇവരെ വാട്സപ്പിൽ പോയി കഴിഞ്ഞാൽ കാറ്റലോഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഇവർക്ക് 2 ഷോറൂം ഉണ്ട്. മോഡൽ കൂടിയ വണ്ടികളുണ്ട്, അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് വണ്ടികൾ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കാറ്റലോഗിൽ കാണണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ആയിട്ട് പോയാൽ മതി. അല്ല, എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. വിലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ റേറ്റ് ആയിരിക്കും കാറ്റലോഗ് ഉള്ളത്. ഡിസ്കൗണ്ട് ആയിട്ടാണ് ഇപ്പൊ എല്ലാം പറഞ്ഞത്. സംസാരിക്കാം. ഓക്കെ. നിങ്ങൾ ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാൻ പറ്റും. പിന്നെ ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞോളൂ. ഇത് കറക്റ്റ് ആയിട്ട് പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ വിഡോ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ. നിസാന്റെ മൈക്ര നമുക്ക് പരിചയപ്പെടാം. ഒരു പെട്രോൾ വാഹനമാണ്. മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ വണ്ടി. എത്ര മോഡലാണ്? 2018 സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2018 മോഡൽ. ഇത് ഒറിജിനൽ കേരള വണ്ടിയല്ല. 22,000 കിലോമീറ്റർ മാറി വണ്ടി. 22,000 ഓടിക്കുള്ളൂ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. മേജർ തട്ടുമുട്ട് വരക്കൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് എത്ര ചോദ്യം? 365 ചോദിക്കണേ. വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ മാറ്റി വരുന്നവരെ ഗുഡ് ബൈ.